അള്ളാഹുവിന്റെ മഈശത്താണ്. ഞാൻ എന്തിനെ കുട്ടികളെ കുറിച്ച് ടെൻഷൻ അടിക്കണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലെ പള്ളിയിൽ ഹജ്ജിന്റെ സമയത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ജോർഡാനിൽ നിന്ന് വന്നൊരു അറാബിയായ മനുഷ്യൻ, ആർക്കറിയില്ല ആരാണ് ഈ ക്ലാസ് എടുക്കുന്നതെന്ന്. ആരോ പറഞ്ഞു സ്വഹാബിയാണ്, വലിയൊരു ആലിമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ ഹാദാ, വലിയ ശൈഖനെ വിളിക്കുകയാണ്, യാ ഹാദാ, പേര് മറന്നുപോയി എപ്പോഴേക്കും. യാ ഹാദാ അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചത് എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞുതാ. ആനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ സൂറത്തു ദാരിയാത്തിന്റെ ചില ഭാഗങ്ങൾ ഓതി കൊടുത്തു. وَفِي رِزْقُكُمْ وَمَا تُوعَدُونَ وَفِي السَّمَاءِ ആകാശലോകത്തുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റിസ്ഖുക്കും, നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് കരാറ് ചെയ്യപ്പെടുന്ന സംഗതികൾ അള്ളാഹിന്റെ ആകാശലോകത്ത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. തന്നെ ഇയാൾ പറഞ്ഞു, മതി 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 മതി, ഇനി വേറൊന്നും എനിക്ക് കേൾക്കണ്ട, മതി മതി, എന്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത്, മതി മതി, അൽഹംദുലില്ലാഹ്, എനിക്ക് വേറൊന്നും പഠിക്കണ്ട, ഞാൻ പോവാൻ. അയാൾ എഴുന്നേറ്റ് പോയി. പിറ്റത്തെ വർഷം ഹജ്ജിന് വന്നു. അപ്പോഴും കണ്ടു ഇങ്ങനൊരു ഇൽമിന്റെ സദസ്സ്. ഇപ്പൊ ചോദിച്ചു, ആരാ? അത് ഇബ്നു അബ്ബാസ് എന്നവരുടെ ദർസാ, എനിക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റുമോ, ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. ഇബ്നു അബ്ബാസ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മ കാണുന്നില്ലല്ലോ. അന്ന് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോ നിങ്ങളൊരു മസ്അല ചോദിച്ചു, നിങ്ങൾ എനിക്കൊരു ആയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശലോകത്ത് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭംഗി എത്രയാണ്, നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങളുടെ മക്കൾ എത്രയാ, നിങ്ങളുടെ ആരോഗ്യം എത്രയാ, ആയുസ് എത്രയാ, ഇതൊക്കെ അല്ലാഹു തീരുമാനിച്ചതാണ്. ഓർമ്മയുണ്ട്. വേറെന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ ബാക്കി ഇങ്ങോട്ട് ഓതി കൊടുത്തു. പിറ്റത്തെ വർഷം وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون فورب السماء والأرض ആകാശ ഭൂമികളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖ്, ഈ പറഞ്ഞത് ഹഖാണ്. മിസ്ല മാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയമല്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന്? അതിൽ സംശയവുമുണ്ടോ? ഇല്ല. അതുപോലെ ആകാശലോകത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ റിസ്ക് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അറാബി പറഞ്ഞു, ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായി, ഞാൻ പോവാണ്. ഇതിനൊക്കെ എത്ര സത്യം, അല്ല അത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയത്. ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? ആകാശഭൂമിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. എനിക്കത് ഉറപ്പാണല്ലോ, ഇനി എന്തിനാ അല്ലാഹു ഇങ്ങനെയൊക്കെ സത്യം ചെയ്തതാവോ എന്ന് പറഞ്ഞ് ഇയാൾ എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഫഖ്ഹൽ അറാബി, അറാബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. നമുക്ക് മനസ്സിലായിട്ടില്ല.